ഉത്തരേന്ത്യയിലെ മിഷൻ പ്രവർത്തന രംഗത്ത് അതിമനോഹരമായ ഒരു സുവർണ പുസ്തകം രചിച്ച് ഇറ്റാവ മിഷൻ സുവർണ ജൂബിലി ആഘോഷം നടത്തപ്പെട്ടു. പരിശുദ്ധ കുർബാനയോടുകൂടി ആരംഭിച്ച ജൂബിലി ആഘോഷത്തിൽ മുഖ്യ കാർമ്മികത്വം ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ നിർവഹിച്ചു. വചന സന്ദേശം ആഗ്ര അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ റാഫി മഞ്ഞളി നൽകിയപ്പോൾ വിശ്വാസികളുടെ മനസ്സുകളിൽ ആത്മീയ ഉണർവ് നിറഞ്ഞു. 1975 ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിലായിരുന്നു ഈ മിഷൻ ആരംഭിച്ചത്. ഇറ്റാവ മിഷൻ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ട പരിശുദ്ധ കുർബാനയിൽ സഹകാർമ്മികരായി ചങ്ങനാശ്ശേരി അതിരൂപത മുൻ അധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടം, ആഗ്ര അതിരൂപതയുടെ മുൻ അധ്യക്ഷൻ മോസ്റ്റ് റവറൽ ഡോക്ടർ ആൽബ്രട്ട് ഡിസൂസ, ശംഷാബാദ് രൂപതാധ്യക്ഷൻ മാർ പ്രിൻസ് പാണേങ്ങാടൻ, ശംഷാബാദ് സഹായമെത്രാൻ മാർ തോമസ് പാടിയത്ത്, ഗോരഖ്പൂർ രൂപതാധ്യക്ഷൻ മാർ മാത്യു നെല്ലിക്കുന്നേൽ CST, ജഗദൽപൂർ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കൊല്ലംപറമ്പിൽ CMI, ഉജ്ജയിൻ രൂപതാധ്യക്ഷൻ മാർ സെബാസ്റ്റ്യൻ വടക്കേൽ MST, ഫരീദാബാദ് രൂപതാധ്യക്ഷൻ മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര, ജയ്പൂർ രൂപതാധ്യക്ഷൻ റൈറ്റ് റവറൽ ഡോക്ടർ ജോസഫ് കല്ലറയ്ക്കൽ, മീററ്റ് രൂപതാധ്യക്ഷൻ റൈറ്റ് റവറൽ ഡോക്ടർ ഭാസ്കർ യേസുരാജ്, ലക്നൗ രൂപതാധ്യക്ഷൻ റൈറ്റ് റവറൽ ഡോക്ടർ ജെറാൾഡ് ജോൺ മത്തിയാസ്, ജാൻസി രൂപതാധ്യക്ഷൻ റൈറ്റ് റവറൽ ഡോക്ടർ വിൽഫ്രഡ് മോറസും 100-ലധികം വൈദികരും പങ്കുചേർന്നു. 150-ൽ പരം സന്യസ്തരും 1000-ൽ പരം മിഷനിലെ വിശ്വാസികളും കൃതജ്ഞതയുടെ ദിവ്യബലിയിൽ പങ്കുചേർന്നു. ജൂബിലിയുടെ ഭാഗമായി മിഷനിലുള്ള 13 കുട്ടികളുടെ ആഘോഷമായ പരിശുദ്ധ കുർബാന സ്വീകരണവും നടത്തി. തുടർന്ന് ദിവംഗതനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മശാന്തിക്കായി അഭിമന്യ മാർ ജോസഫ് കൊല്ലംപറമ്പിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഒപ്പീസ് പ്രാർത്ഥനയും നടത്തപ്പെട്ടു. ശംഷാബാദ് രൂപതയുടെ സഹായമെത്രാനും ഇറ്റാവ രാജസ്ഥാൻ റീജിയണിന്റെ പ്രത്യേക ചുമതലയുള്ള മാർ തോമസ് പാടിയത്ത് പിതാവിന്റെ സ്വാഗത ഭാഷണത്തോടുകൂടി ജൂബിലി സമാപന സമ്മേളന പരിപാടിക്ക് തുടക്കമായി. സമ്മേളനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിച്ച ശംഷാബാദ് രൂപതാധ്യക്ഷൻ മാർ പ്രിൻസ് പാണേങ്ങാടൻ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപത മുൻ അധ്യക്ഷൻ അഭിമന്യ മാർ ജോസഫ് പെരുന്തോട്ടം സമ്മേളനത്തിൽ ഉദ്ഘാടന പ്രസംഗം നടത്തി. മാർ തോമസ് തറയിൽ, മാർ ജോസഫ് പെരുന്തോട്ടം, മോസ്റ്റ് റവറൽ ഡോക്ടർ റാഫി മഞ്ഞളി, മോസ്റ്റ് റവറൽ ഡോക്ടർ ആൽഫ്രഡ് ഡിസൂസ, മാർ സെബാസ്റ്റ്യൻ വടക്കേൽ, മാർ പ്രിൻസ് പാണേങ്ങാടൻ, മാർ തോമസ് പാടിയത്ത്, ബഹുമാനന്ദ് കട്ടേരിയ, സിസ്റ്റർ പവിത്ര, സിസ്റ്റർ റെജീസ്, ലൗലി, റോമൻ എന്നിവരും ചേർന്ന് തിരിതെളിച്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭിമന്യ മാർ റാഫേൽ തട്ടിൽ പിതാവ് വീഡിയോ കോൺഫറൻസിലൂടെ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും തുടർന്ന് ആഗ്ര അതിരൂപതയുടെ മുൻ അധ്യക്ഷൻ മോസ്റ്റ് റവറൽ ഡോക്ടർ ആൽബ്രട്ട് ഡിസൂസ, മാർ സെബാസ്റ്റ്യൻ വടക്കേൽ, ബഹുമാനന്ദ് കട്ടേരിയ, സിസ്റ്റർ പവിത്ര CMC എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. പൗരോഹിത്യത്തിലെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന മിഷണറിമാരായ ഫാദർ ജിജു കുളത്തിങ്കൽ, ഫാദർ ജിയോ ചേക്കാത്തടത്തിൽ, ഫാദർ ബിജോയി പാറക്കൽ എന്നിവരും സന്യാസ സമർപ്പണ ജീവിതത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ ജെസ്സി വർഗീസ്, സിസ്റ്റർ നവ്യ തോപ്പിലാൻ, സിസ്റ്റർ ആൻസിൻ, സിസ്റ്റർ ലിസ്, സിസ്റ്റർ ജിൻസിയെയും വിവാഹ ജീവിതത്തിന്റെ 25 വർഷം പൂർത്തിയാക്കിയ ദമ്പതികളെയും മെമ്മന്റോ നൽകി ആദരിച്ചു. ഫത്തേഗഡ് ഇടവാംഗങ്ങളുടെ മിഷൻ ചരിത്രത്തിന്റെ ദൃശ്യാവിഷ്കരണവും ഇറ്റാവ ഇടവാംഗങ്ങളുടെ നൃത്തച്ചുവടുകളും ഫ്രാൻസിസ് മീനത്തേരിയച്ചന്റെ നേതൃത്വത്തിൽ നടന്ന സംഗീത വിരുന്നും ആഘോഷങ്ങൾക്ക് ഹൃദ്യത പകർന്നു. പരിപാടിയുടെ അവസാനം മിഷൻ സുപ്പീരിയർ ഫാദർ തോമസ് ഏഴിക്കാട് എല്ലാവർക്കും നന്ദിയും അഭിനന്ദനങ്ങളും അർപ്പിച്ചു. 1975-ൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ മിഷൻ ഇന്ന് ശംഷാബാദ് രൂപതയുടെ ഭാഗമായി ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് ശക്തമായ സാക്ഷ്യം നൽകിക്കൊണ്ട് മുന്നേറുകയാണ്. ഷെക്കിന ന്യൂസ്, കോട്ടയം.